എൻ വിജയന്റെ മരണത്തിൽ IC ബാലകൃഷ്ണനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. ND അപ്പച്ചൻ, KK ഗോപിനാഥൻ എന്നിവരെ പ്രതി ചേർത്ത് FIR പോലീസ് ബത്തേരി കോടതിയിൽ സമർപ്പിച്ചു. വിശദാംശങ്ങളുമായി അനൂപ് KR ചേരുകയാണ്. അനൂപ്, ഇത്തരത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്കുള്ള കേസ് ചുമത്തിയിരുന്നു. അപ്പോൾ എന്തായാലും ആ കുറിപ്പിലുള്ളവരൊക്കെ തന്നെ പ്രതി ചേർക്കുന്ന ഒരു സാഹചര്യം മുന്നിലുണ്ടായിരുന്നു. എന്താണ് ഇനി പോലീസിന്റെ തുടർ നീക്കമെന്ന് പറയുന്നത്? ഇതിൽ അൺനാച്ചുറൽ ഡെത്തിനാണ് മാനന്തവാടി സബ് ഡിവിഷണൽ കോടതിയിൽ ഇതുവരെ കേസുണ്ടായിരുന്നത്. ആത്മഹത്യാ കുറിപ്പ് പുറത്തു വന്നതോടെ കേസ് ബത്തേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടായി. ഇതിനായി കേസ് അൾട്ടർ ചെയ്തു. കഴിഞ്ഞ ദിവസം സംബന്ധിച്ച റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. അത് സ്വാഭാവികമായും ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള 4 പേരെ ഉൾപ്പെടുത്തിയാണ് FIR ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. കോടതിയുടെ തുടർ തീരുമാന പ്രകാരമായിരിക്കും സംബന്ധിച്ച് മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുക. സ്വാഭാവിക തീരുമാനമാണിത്. ആത്മഹത്യാ കുറിപ്പിൽ പേര് ഉള്ള ആളുകൾക്കെതിരെ ഈ വിധത്തിൽ FIR ഇടേണ്ടത് കേസിൽ സ്വാഭാവിക നടപടിക്രമമാണ്. ആ നടപടിയിലേക്കാണ് പോലീസ് ഏതായാലും നീങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്കും പോലീസ് കടക്കും. IC ബാലകൃഷ്ണന്റെ മൊഴിയെടുപ്പ് പ്രാഥമികമായി ഈ കേസിൽ നടക്കേണ്ടതാണ്. അത് ഉടൻ ഉണ്ടാകും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് ഒരു പക്ഷേ കസ്റ്റഡിയിലേക്കോ മറ്റും നീങ്ങാനുള്ള സാഹചര്യവുമുണ്ട്. പ്രതിചേർത്ത സാഹചര്യത്തിൽ ഏതായാലും ആത്മഹത്യക്കുറിപ്പ് സംബന്ധിച്ച് ചില സാങ്കേതിക പരിശോധനകളും മറ്റും പൂർത്തീകരിക്കേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധനകളാണത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ. ഏതായാലും അതിന്റെ പ്രാഥമിക മൊഴിയെടുക്കലും മറ്റുമുള്ള കാര്യങ്ങൾ പോലീസ് നേരത്തെ പൂർത്തിയാക്കിയതാണ്. കഴിഞ്ഞ ദിവസം ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ വിശദാംശങ്ങളും വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തെളിവുകളുള്ള സാഹചര്യത്തിൽ ബത്തേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഈ റിപ്പോർട്ട് പോലീസ് നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരെ പ്രതി ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം ഈ കേസ് സംഭവവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നിരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാവരുടെയും പേരുകൾ കൃത്യമായി പരാമർശിച്ചിരുന്നു. അതായത് IC ബാലകൃഷ്ണൻ MLA, ND അപ്പച്ചൻ DCC പ്രസിഡന്റ്, മുൻ DCC പ്രസിഡന്റുമാർ ഇവരെല്ലാം തന്റെ ഈ വിധത്തിൽ ബത്തേരി അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ സാമ്പത്തിക ഇടപാടുകളിൽ ഏത് വിധത്തിലാണ് ഇടപെട്ടത് എന്നത് സംബന്ധിച്ച് അദ്ദേഹം നമ്പർ ഇട്ട് വ്യക്തമായി ഇതെല്ലാം പരാമർശിച്ചാണ് ആത്മഹത്യാക്കുറിപ്പ് തയ്യാറാക്കിയത്. അതിൽ കത്തുകളും ഉണ്ടായിരുന്നു. മരണക്കുറിപ്പായുള്ള കത്തുകളും ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾക്ക് ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടി. ഏതായാലും ആ കത്തിൽ ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം ആളുകളുടെ പേരുകൾ പരാമർശിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതായാലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു പോലീസ്. കോടതിയുടെ തീരുമാനപ്രകാരം തുടർ നടപടികൾ ഉണ്ടാകും. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനും ഇടയുണ്ട്. ഏതായാലും അതെല്ലാം അടുത്ത മണിക്കൂറുകളിൽ അറിയാം. ഏതായാലും വളരെ നിർണായകമായ ഒരു തീരുമാനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രത്യക്ഷ തെളിവുകൾ കൂടി ലഭിച്ച സാഹചര്യത്തിൽ പ്രേരണ കേസ് നിലനിൽക്കും. അതിൽ ഇവർ പ്രതികളാവും. ഇപ്പോൾ അത് സംബന്ധിച്ചാണ് ഒരു പോലീസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും NN വിജയന്റെയും മകന്റെയും ദാരുണമായ സംഭവത്തെ തുടർന്നു വന്ന വലിയ പ്രക്ഷോഭങ്ങളുടെയും മറ്റു പശ്ചാത്തലമുണ്ട് വയനാട്ടിൽ. അതോടൊപ്പം തന്നെ വിവിധ പണമിടപാടുകൾ സംബന്ധിച്ച പല ആളുകളും വെളിപ്പെടുത്തലുകൾ നടത്തുകയും പോലീസിൽ പരാതികൾ കൊടുക്കുകയും ചെയ്തിരുന്നു. തുള്ളിയൂർ സ്വദേശിയായ ഷാജി എന്നയാൾ കൂടി കഴിഞ്ഞ ദിവസം ഒരു പരാതി നൽകി. ആ വിധത്തിൽ 4 പരാതികൾ ഇപ്പോൾ പോലീസിന് മുമ്പിലുണ്ട്. ജില്ലാ പോലീസ് മേധാവിക്ക് മുൻപാക്ക് പോലും പരാതികൾ എത്തുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും ഇതെല്ലാം വലിയൊരു അഴിമതിയുടെ ഒരു അഴിമതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്നത്. ആ വിധത്തിൽ ഉള്ള പരാതികളുടെയും മൊഴികളുടെയും തെളിവുകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. വിജിലൻസും കുടുംബാംഗങ്ങളുടെയും മറ്റു മൊഴികൾ ശേഖരിക്കുകയും മറ്റും ഉണ്ടായിരുന്നു. ആ വിധത്തിൽ വിജിലൻസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് പോലീസിന്റെ നിർണായകമായ നടപടി. ഇക്കാര്യത്തിൽ 4 പേരെ പ്രതികളാക്കിയാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLA യുടെ പേര് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാവാൻ പോകുന്നത്. ഇതിനകം തന്നെ വലിയ വിവാദങ്ങളും ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെയായി ഈ വിഷയം വയനാട്ടിൽ സജീവമായി നിലനിൽക്കുകയാണ്. ഇതിനൊക്കെയാണ് നിർണായകമായ തീരുമാനം. ഏതായാലും MLA IC ബാലകൃഷ്ണൻ രാജ്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വലിയ പ്രക്ഷോഭങ്ങൾ സമരങ്ങളെല്ലാം വീണ്ടും ശക്തിപ്പെടാൻ ഇടയാക്കും ഈ പുതിയ തീരുമാനം എന്നതും ആ വിധത്തിൽ പ്രസക്തമാണ്. ഏതായാലും 4 പേരെ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ള വയനാട്ടിലെ മുൻനിര നേതാക്കളെ പ്രതികളാക്കി
ഇപ്പോൾ NM വിജയന്റെ DCG ട്രഷററുടെ മരണത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, പ്രതി ചേർത്തിരിക്കുന്നു.